إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فعال لما يريد. هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമ വ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ ജീവിക്കുന്ന കാലം അത്രയും പടച്ചവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകാറുള്ള കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെയും ഒരു മനുഷ്യ ജീവിതത്തിൻ്റെയും ഒക്കെ രൂപം വരച്ചു കാണിക്കുന്നത് പരിശുദ്ധ ഖുർആനും പ്രവാചക ജീവിതവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ റസൂലിന്റെ കൂടെ സഹവസിച്ച സഹാബാക്കൾ അവിടുത്തെ ഓരോ മൊമെന്റും ക്യാപ്ചർ ചെയ്തിരുന്നു. അവിടുത്തെ അനക്കങ്ങളെയും മടക്കങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു. ആ നിരീക്ഷണത്തിൻ്റെയും ആ ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിലാണ് റസൂലിന്റെ വ്യക്തിത്വ ജീവിതവുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ രൂപപ്പെട്ടു വന്നത്. അക്കൂട്ടത്തിലുള്ള ഒരു ഹദീസിൽ റസൂലിന്റെ മുഖഭാവത്തെയും റസൂലിന്റെ പ്രാർത്ഥനകളിലെയും നമസ്കാരങ്ങളിലെയുമുള്ള അതിവൈകാരികമായ അവസ്ഥകളെ കുറിച്ചിട്ടൊക്കെ വിശദീകരിക്കുന്നുണ്ട്. റസൂലിന്റെ ചില നമസ്കാരങ്ങളെ കുറിച്ച് കണ്ണുനീരോടുകൂടി അല്ലാതെ വായിച്ചു തീർക്കാൻ പറ്റാത്ത ഹദീസുകളുണ്ട്. എല്ലാ നമസ്കാരത്തിന് ശേഷവും പിറകിൽ നിൽക്കുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് ഓരോ ആളുകളുടെയും ജീവിതാവസ്ഥയെ കുറിച്ച് അന്വേഷിക്കുന്ന റസൂലിന്റെ മനസ്സിന്റെ വിശാലതയും മുഅ്മിനീങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്ടവും ഒക്കെയാണ് അതിലൂടെ കാണുന്നത്. ഒരു അസ്ർ നമസ്കാരത്തിന് ശേഷം സ്വഫായിരിക്കുന്ന മഅ്മൂമികളോട്, വിശ്വാസികളോട്, സഹാബാക്കളോട് ഓരോരുത്തരോടും റസൂല് ചോദിക്കുകയാണ്, ഇന്നത്തെ ദിവസം എങ്ങനെ, ഇന്നലത്തെ ദിവസം എങ്ങനെ, മനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, കുടുംബങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ
എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എവിടെയെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ വേദനയാണ് എന്ന് റസൂലുള്ള ലോകത്തെ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും പ്രയാസവും പ്രതിസന്ധികളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ സാമൂഹിക ജീവിതത്തിലും അവര് മാത്രം സഹിച്ചു തീർക്കേണ്ട ഒന്നല്ലെന്നും, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് എന്റേതാണ് എന്നുള്ള തോന്നലിന്റെ പേരാണ് ഉഹുവത്ത്, അങ്ങനെയുള്ള തോന്നലിന്റെ പേരാണ് ഈമാൻ എന്ന് വളരെ ഭംഗിയായിട്ട് ഇസ്ലാമിക സമൂഹത്തെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 വർഷത്തിലധികമായി അങ്ങനെ ഒരു തോന്നലിന് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2500-ലധികം കിലോമീറ്റർ അപ്പുറമുള്ള ഫലസ്തീനിലും ഗസയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷ്വലുകളും പത്രമാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളും ഒക്കെ വേദനയോടുകൂടി കണ്ടു തീർത്ത് അതിലൊരു ആശ്വാസത്തെ പ്രതീക്ഷിച്ചിട്ട് കഴിഞ്ഞ മാസങ്ങളിലെ കരാറുകൾ, കഴിഞ്ഞ മാസങ്ങളിലെ ഒപ്പുവെക്കലുകൾ ലോകത്തെ സന്തോഷിപ്പിക്കുന്നു, സമാധാനിപ്പിക്കുന്നു. ഫലസ്തീനിലും ഗസയിലും അടങ്ങാത്ത സന്തോഷങ്ങളുടെ വരാൻ പോകുന്ന ദിവസങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മളെല്ലാവരും ഉള്ളത്. ലോകമെമ്പാടും അങ്ങനെയാണുള്ളത്. ലോകത്തിന് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന പതാകകളും ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഗ്രാമം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒരു പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ സമാധാനം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ എക്കണോമി ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യണം എങ്കിൽ എവിടുത്തെ പ്രശ്നം പരിഹരിക്കണം എന്ന് ലോകത്ത് എവിടെ നിന്ന് ചോദിച്ചാലും, അത് വൈറ്റ് ഹൗസ് എന്ന് ചോദിച്ചാലും അതിന്റെ പുറത്തുനിന്ന് ചോദിച്ചാലും എല്ലാവരും ഏകസ്വരത്തിൽ പറയും അത് ഗസയാണ്, അത് ഫലസ്തീനാണ്. അവിടെ ഒരു സമാധാന അന്തരീക്ഷം വന്നു തുടങ്ങുന്നു എന്ന ആശ്വാസത്തിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധയും ലോകത്തിന്റെ വീക്ഷണങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് അതുപോലെ 75 വർഷത്തിലധികമായി പല അർത്ഥത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ ജനങ്ങൾ, ഒട്ടേറെ മനുഷ്യ ജീവനുകൾ അവരുടെ ചുറ്റും വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ വീണ്ടും വേദനയിലേക്ക് നമ്മൾ പോവുകയാണ്. സുഡാനിൽ കഴിഞ്ഞ ഒക്ടോബർ 26-ന് സംഭവിച്ച 20,000-ലധികം മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ്. ലോക മീഡിയകളിലോ ഇന്റർനാഷണൽ മീഡിയകളിലോ അതല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലോ ഒരു ഇടങ്ങളിലും എത്താത്ത വാർത്തയായി സുഡാനിലെ വാർത്തകൾ വരുമ്പോൾ അത് ഇത്ര ഭീകരമായ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗസയിലെയും ഫലസ്തീനിലും അനുഭവിച്ചു വന്ന അതിഭീകരമായ പ്രതിസന്ധിയേക്കാൾ വലുതായിരുന്നു സുഡാനിലെ സമൂഹം അനുഭവിക്കുന്നത് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിശ്വാസിയുടെ വേദന, അതോടൊപ്പം തന്നെ ഒരു മനുഷ്യന്റെ വേദന. പ്രിയപ്പെട്ടവർ, അത് വലുതാണ്. അത് വലുതാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനേക്കാൾ വേദന അനുഭവിക്കുന്നതിന് മറ്റൊരു സംഗതി, അവര് പുറപ്പെടുവിക്കുന്ന മിസൈലുകളെക്കാൾ ശക്തിയുള്ള, അവര് നിരന്തരം ഒരു ദിവസം ആയിരക്കണക്കിന് മനുഷ്യ ജീവനുകൾ ഇല്ലാതാകുകയാണ്. 20 ലക്ഷത്തിലധികം അഭയാർത്ഥികൾ ഉണ്ടാവുകയാണ്. 10 ലക്ഷത്തിലധികം ആളുകൾ കാണാതായി പോവുകയാണ്. ഇങ്ങനെ മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുന്നത് വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 10 ആള് ബാംഗ്ലൂരിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പെട്ടെന്നുള്ള ഒരു അപകടത്തിൽ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന എത്രയാണ്? ആ 10 ആളിലെ ഏതെങ്കിലും ഒരാളുടെ കുടുംബമോ സുഹൃത്തോ നമ്മുടെ പരിചയത്തിലുള്ള ഒരാളാണ് എന്നറിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന നമ്മുടെ വേദനയുടെ വലുപ്പം എത്രയാണ്? പ്രിയപ്പെട്ടവരെ, ലക്ഷങ്ങളുടെ മരണ വാർത്തകൾ, ലക്ഷങ്ങളുടെ രക്തകഥകളൊക്കെ കേൾക്കുമ്പോൾ പോലും മനസ്സിന് കുലുക്കമില്ലാത്ത രീതിയിൽ ലോകത്ത് സൃഷ്ടിച്ചു കഴിഞ്ഞു. ലക്ഷങ്ങളുടെ കണക്കുകൾ വളരെ നോർമലൈസ് ചെയ്യപ്പെടുന്ന രീതിയിൽ കേൾക്കാനും പറയാനും ഷെയർ ചെയ്യാനും അത് പങ്കുവെക്കാനും അത് ഖുതുബയിൽ പറയാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് അത് മാറിക്കഴിഞ്ഞു എന്നുള്ളത് അപകടമാണ്. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ അസർ നമസ്കാരത്തിന് ശേഷവും നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിന്റെ പട്ടിണിയിൽ എന്തെങ്കിലും പട്ടിണി ബാധിക്കുന്നുണ്ടോ, നിനക്ക് രോഗം ബാധിക്കുന്നുണ്ടോ, നിന്റെ കുടുംബം നല്ല നിലയിൽ കഴിയുന്നുണ്ടോ എന്ന് ഓരോ വിശ്വാസിയോടും ചോദിച്ചിട്ട് അവന്റെ വ്യക്തി ജീവിതത്തെ അന്വേഷിച്ച് അതിലെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് അടുത്ത വഖ്തിന് മുമ്പ് പരിഹരിക്കണം എന്ന് റസൂലുള്ളാഹിന്റെ ആ വാശിയിലുണ്ടായ ഖുർആൻ വിശദീകരിച്ചല്ലോ. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആ മനസ്സിന്റെ ഉടമ ശരിക്ക് പറഞ്ഞാൽ ഒരു വ്യക്തി എന്നതിനപ്പുറം ഒരു സമൂഹത്തെ വാർത്തെടുത്ത റസൂല്, ആ റസൂലിന്റെ ആ ഗുണം പ്രിയപ്പെട്ടവര് നമുക്ക് എത്ര രീതിയിൽ എത്ര വലുപ്പത്തിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്. ആ ഉൾക്കൊള്ളേണ്ട ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നത് സുഡാന് പോലെ തന്നെ സമാനമായ നിലയിൽ
ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളും അത് കേവലം മതത്തിന്റെ പേരിലുള്ള കലാപങ്ങളല്ല, കേവല രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടുള്ള കലാപങ്ങളല്ല, അത് അവരുടെ ഭൂമിക്കകത്ത് പ്രകൃതിയാൽ അവർക്കുണ്ടായ ജീവിത വിഭവങ്ങളെ കൊള്ള ചെയ്യാനുള്ള ഒരു കൊള്ള സംഘത്തിന്റെ അക്രമവും കലാപത്തിന്റെയും പേരിൽ നിരപരാധികളായ ലക്ഷങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ മിസൈലുകളുടെയും ലക്ഷങ്ങളുടെ ജീവനുകൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ ഒരുപക്ഷെ അപകടകരമായിട്ടും ഒരുപക്ഷെ അതിനേക്കാൾ വലുപ്പമുള്ള വൻ പാപമായിട്ടും നമുക്ക് തോന്നുന്നത് ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിലൊക്കെ നേരിട്ട് സാക്ഷികളായിട്ടും അതിൽ ഇടപെടാനോ അതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ ഒന്നുമില്ലെങ്കിലും ആ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഇവിടുത്തെ ലോകത്തെ വൻ ഹീറോസ് ആയിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇവിടുത്തെ സൂപ്പർ ഹീറോസിന്റെ കൂടെ നിൽക്കാതിരിക്കാനെങ്കിലും മുസ്ലിം ലോകരാഷ്ട്രങ്ങൾക്ക് സാധിക്കണമായിരുന്നു എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചു പോവാണ്. സുഡാനിലെ ഭൂമിക്കകത്തുണ്ടായ സ്വർണഖനികൾ അതിന്റെ ഡീലേഴ്സിൽ ഏറ്റവും ഒന്നാം നമ്പറിൽ നിൽക്കുന്നത് മുസ്ലിം ലോകരാഷ്ട്രങ്ങളാണ് എന്നറിയുമ്പോഴും ഇവിടെ ഈ വർഷങ്ങളായി നടക്കുന്ന ഈ പറയുന്ന കോൺഫ്ലിക്റ്റുകളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യകളിൽ ഒന്നും പ്രതികരിക്കാതെ അതിന് കൂട്ടുനിൽക്കുന്നു അതിന്റെ വെപ്പൺസിന്റെ സെല്ലറായിട്ടും വെപ്പൺസിന്റെ ഡീലേഴ്സായിട്ടും മുസ്ലിം ലോകരാഷ്ട്രങ്ങൾ മാറുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വേദനയുടെ വലുപ്പത്രയാണ് പ്രിയപ്പെട്ടവര്. പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടായിരിക്കില്ലേ വളരെ കൃത്യമായിട്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് അഡ്രസ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കണ്ട ഇത് ഇത്രയും വലിയ ലോകരാഷ്ട്രങ്ങളുടെ ശക്തിയിലും അവരുടെ സഹകരണത്തിലും കൂടി ആരൊക്കെയോ എന്തൊക്കെയോ മനുഷ്യ ജീവനുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മീയതയും പടച്ചവനെയും മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അതൊന്നും അള്ളാഹു കാണാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. എല്ലാം അള്ളാഹു പറയുന്നുണ്ട്, എല്ലാം അള്ളാഹു സസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയാണ്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിൽ നിങ്ങളുടെ ആത്മമിത്രങ്ങളിൽ ഇസ്ലാമിന്റെ എക്കാലത്തെയും ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളുമായ നിരപരാധികളായ ആളുകളെ ചുട്ടുകൊന്നുകൊണ്ടിരിക്കുന്ന അവരെ പൊളിറ്റിക്കൽ കാരണങ്ങൾ പറഞ്ഞ് മറ്റേതെങ്കിലും വിഷയങ്ങൾ പറഞ്ഞ് ഇസ്ലാമോഫോബിക്കായ കാര്യങ്ങളെ പരമാവധി ഇന്റർനാഷണൽ മീഡിയ വെച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തി ആ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആത്മമിത്രങ്ങളിൽ നിങ്ങളുടെ ബിസിനസ് ഡീലുകളുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഒരിക്കലും ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് പ്രത്യക്ഷമായി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ഖുർആന്റെ സ്റ്റേറ്റ്മെന്റ് പ്രിയപ്പെട്ടവർ എത്ര കൃത്യമാണ്. അത് പുതിയ കാലത്ത് നമ്മളിങ്ങനെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് പുതിയ കാലത്ത് നമ്മളിങ്ങനെ ഒരു ടെലികാസ്റ്റ് കാണുന്നത് പോലെ ലോകത്തെ വീക്ഷിക്കുമ്പോൾ ഏതൊക്കെ കോണുകളിലാണ് ഈ അർത്ഥത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. എത്ര ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. സുഡാനെ തന്നെ സംബന്ധിച്ചിടത്തോളം 97% മുസ്ലിങ്ങൾ ജീവിക്കുന്ന, അതേസമയം എല്ലാവരും അറബികളല്ലാത്ത പല ഗോത്രങ്ങളുമുള്ള ഉൾഗ്രാമങ്ങളിൽ പട്ടിണിയുള്ള, പ്രയാസങ്ങളുള്ള, എല്ലാ അർത്ഥത്തിലുള്ള പ്രതിസന്ധികളുള്ള ആഫ്രിക്കൻ രാജ്യം സോമാലിയ ആയിരുന്നാലും സുഡാൻ ആയിരുന്നാലും ഈജിപ്ത് ആയിരുന്നാലും പ്രിയപ്പെട്ടവരെ ഇവിടെയൊക്കെ കേവലം ആ ഭൂമിക്കകത്ത് ഖനികൾ എടുക്കുക എന്നതിലപ്പുറം ലോകാടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു വംശീയ ചിന്തയുണ്ട്. ആഫ്രിക്കൻ രാജ്യമായതുകൊണ്ട് ആഫ്രിക്കൻസ് എന്ന് പറയുന്ന ഒരു കറുത്ത വിഭാഗം ആളുകൾ അവരൊരിക്കലും വെളുത്ത വിഭാഗം ആളുകളെക്കാൾ വലിയ ആളുകളായി മാറാൻ പാടില്ല എന്ന് പണ്ട് മുതലേ ലോകക്രമത്തിൽ വന്ന് പെട്ടുപോയ ഈ വംശീയ ചിന്തകൾ കൂടി അതിന് കുക്കം കൂട്ടുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും അതിന്റെ ഗൗരവം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക സമൂഹം എന്ന നിലക്ക് പരിശുദ്ധ ഖുർആനിനെ കൃത്യമായി വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ അർത്ഥത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ലോകത്ത് സംഭവിക്കുമ്പം അത് ഏത് രാജ്യത്തായിക്കോട്ടെ, അത് ഏത് പ്രദേശങ്ങളിലായിക്കോട്ടെ, മനുഷ്യത്വം എന്ന് പറയുന്നത് മൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅൻ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ എന്ന് പറയുന്ന ഒരു ഖുർആന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആരെങ്കിലും അകാരണമായി ഞാൻ കാരണം ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ ലോകത്തിലെ മുഴുവൻ ആളുകളെയും ആക്രമിച്ചതിന് തുല്യമാണ് ഞാൻ എന്ന് പറയുന്ന മാനവികത മറ്റേത് ഗ്രന്ഥങ്ങളിലോ മറ്റേത് ദർശനങ്ങളിലോ നമുക്ക് കാണാൻ പറ്റില്ല.
അതേസമയം ഞാൻ കാരണം ഒരാൾ മനസമാധാനമായിട്ട് ജീവിക്കുന്നു, ഞാൻ കാരണം ഒരാൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു, ഞാൻ കാരണം ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോകത്തിലെ എല്ലാവരെയും സമാധാനിപ്പിച്ചതിന് തുല്യമാണ് എന്ന് ഖുർആൻ പറയുന്നത് എന്തിനാണ്? അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്തിനാ? ഒരു മുസ്ലിം ആരാണെന്ന് ചോദിച്ചാൽ അവന്റെ നിസ്കാരത്തായപ്പം അവന്റെ വേഷവിധാനങ്ങളും അവൻ നീട്ടി വളർത്തിയ അവന്റെ താടി രോമങ്ങളും അവൻ അതിഭംഗിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പാരമ്പര്യത്തിലുള്ള അവന്റെ പേരുകളും അവന്റെ തറവാടും അല്ല അവനെ മുസ്ലിമാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിനാ? അവനെ മുസ്ലിമാക്കുന്നത് അവൻ കാരണം മറ്റൊരാളും പ്രയാസപ്പെടരുത് എന്ന് പറയുന്ന അതിസുന്ദരമായ ജീവിത കാഴ്ചപ്പാട് പഠിപ്പിച്ചു തന്ന ഒരു ദർശനത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകത്ത് എവിടെയെങ്കിലും മനുഷ്യൻ വേദനിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രാർത്ഥനയിൽ അവരുണ്ടാവണം. ലോകത്ത് ആരെങ്കിലുമൊക്കെ അകാരണമായി നിരപരാധികളായിക്കൊണ്ട് ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ രഹസ്യ സമയങ്ങളിൽ അവരുടെ പേരുകൾ ഉണ്ടാവണം. അവരെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. എന്റെ ആരാധനകളിൽ ഞാൻ അവരെ ഓർക്കണം. അത് ഇന്ത്യ രാജ്യത്തിലെ നിരപരാധികളായി ജയിലുകളിൽ കഴിയുന്ന ആയിരങ്ങളായിക്കോട്ടെ, ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലോ ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലോ ഇനി മീഡിയകൾക്കും പത്രമാധ്യമങ്ങൾക്കും ഒന്നും ഒരു സ്കോപ്പും ഒരു പെർമിഷനും ഇല്ലാതെ സമൂഹത്തെ തീർത്തും വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ പ്രദേശങ്ങൾ വേറെയുമുണ്ട്. നമുക്കാർക്കും അറിയാത്ത, നമ്മുടെ അറ്റൻഷൻ കിട്ടാത്ത, ഒരു സാറ്റലൈറ്റിന്റെയും സഹായത്തോടു കൂടി അവിടുത്തെ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാ സഹായത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഏത് പ്രദേശങ്ങളായിക്കോട്ടെ, ഒരു മനുഷ്യൻ വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ അകാരണമായി കൊല ചെയ്യപ്പെടുന്നു എന്ന് അറിയുമ്പോൾ അതിന്റെ വേദന നമ്മളിൽ നിന്നും മറന്നു പോകുന്നു എന്നൊരു സാമൂഹികപരമായ ഒരു വിപത്ത് ലോകത്ത് മനഃപൂർവ്വം സൃഷ്ടിച്ചു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിത് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറയുന്ന മരണസംഖ്യയുടെ കണക്കുകൾ നമ്മൾ ഒരിക്കലും ബാധിക്കുന്നില്ല. ഒരു കാലത്ത് എന്റെ ജീവിതത്തില് എനിക്ക് പരിചയമുള്ള ഒരാൾ മരണപ്പെടുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വേദന ഉണ്ട്, എനിക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. ആ ആളുടെ അംഗസംഖ്യ കൂടി അതൊരു 10, 11, 20 ആളാകുമ്പോൾ എനിക്കുണ്ടാകുന്ന വേദന വീണ്ടും വീണ്ടും കൂടുന്നു. കാരണം 10 കുടുംബങ്ങൾ അവിടെ ഇല്ലാതാകുന്നത്, ആ 10 കുടുംബങ്ങളുടെ 10 മക്കൾ യതീമുകളാകാൻ, അവരുടെ ഭാര്യമാർ വിധവകളാകുകയാൽ, അവരുടെ ജീവിതത്തിന്റെ ഭാവി അവിടെ നഷ്ടപ്പെടാൻ. ഇങ്ങനെ ഒന്നും നമുക്ക് ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളിലെയോ കോൺഫ്ലിക്റ്റുകളുടെയോ അതല്ലെങ്കിൽ വംശഹത്യകളിലെയോ മരണസംഖ്യ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതൊരു സാമൂഹിക നിർമ്മിതിയാണ്, മനഃപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആനിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ അതിമനോഹരമായ ജീവിത കാഴ്ചപ്പാടുകളിലും ജീവിത ഫ്രെയിമിന്റെ അകത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവര്, ലോകത്തെമ്പാടും പ്രത്യേകിച്ചും ഗസയിൽ ഇന്നും അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പട്ടിണിയിലും അവരുടെ പ്രയാസത്തിലും അവർ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സമാനമായ നിലയിൽ പരിസര പ്രദേശത്തുമുള്ള സുഡാന് പോലെയുള്ള രാഷ്ട്രങ്ങളിലും സുഡാനിന്റെ അകത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ ഈ അർത്ഥത്തിൽ മനുഷ്യ ജീവനുകൾ പ്രയാസത്തിലാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുണ്ടാവണം, നമ്മളുടെ ബോധവൽക്കരണങ്ങളിൽ അത് ശക്തമായിട്ട് നമ്മൾ ഉണ്ടാകണം. എവിടെ മനുഷ്യ ജീവൻ നഷ്ടപ്പെടുന്നോ, എവിടെ മനുഷ്യന്റെ നീതി നഷ്ടപ്പെടുന്നോ, എവിടെ മനുഷ്യന്റെ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്നോ, അവിടെ മുൻപന്തിയിൽ ഉണ്ടാകേണ്ട ഒരാള് എന്ന അർത്ഥത്തിലാണ് ഖുർആൻ വിശ്വാസിയെ പരിചയപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴും യാ അയ്യുഹല്ലദീന ആമനു, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ നീതിക്ക് വേണ്ടി അടിയുറച്ചു നിൽക്കുന്നവരാണ്. ഖവ്വാമീൻ എന്ന് പറഞ്ഞാൽ കേവലം നിൽപ്പല്ല, അടിയുറച്ചു നില. നിങ്ങളുടെ ജീവന ഭീഷണിയാണെങ്കിൽ പോലും നീതിയുടെ പക്ഷത്ത് നിങ്ങൾ നിൽക്കുന്നവരാകണം. ഹക്ക ജിഹാദി എന്ന് ഖുർആന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ ജിഹാദ് ചെയ്യുമ്പോൾ അത് ഹക്ക ജിഹാദി ആയിരിക്കണം. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ, നിങ്ങളുടെ സത്യസന്ധതയെ, നിങ്ങളുടെ നീതിബോധത്തെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ നിലപാടുകൾ എന്നൊക്കെ ഖുർആൻ പറഞ്ഞ് അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അത് ഓതി തീർത്തിട്ട് പോകേണ്ട വചനങ്ങളല്ല. ചില വചനങ്ങളിൽ നമ്മൾ മനഃപൂർവ്വം നിർത്തണം. ആ വചനങ്ങളെ നിർത്തി ലോകവീക്ഷണം, ലോക കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അറിയണം. അതിൽ നമ്മൾ ബോധേഡായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ദുആകളിലും പ്രത്യേകിച്ചും നമ്മളുടെ ഒറ്റക്കും കൂട്ടായുള്ള പ്രാർത്ഥനകളിൽ അത്തരം സമൂഹങ്ങൾ കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാടിസ്ഥാനത്തിൽ ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ, ആരൊക്കെ ഈ അർത്ഥത്തിൽ വംശഹത്യകൾക്ക് ഇരകളാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ, എല്ലാവർക്കും അല്ലാഹു
ഈമാനും സബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിരപരാധികളായ ആളുകളെ എത്രയും പെട്ടെന്ന് അള്ളാഹു സ്വാതന്ത്ര്യത്തിന്റെ നല്ല ജീവിതം നൽകി എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീനിലും ഗസയിലും സുഡാനിലും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പീഡനങ്ങൾ, കൊലപാതകങ്ങൾ എല്ലാം മാറ്റി ഏറ്റവും നല്ല രാവും പകലും അവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെതിരെയുള്ള എല്ലാ കുതന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അൻസുർനാ വൻസുർഹും അല്ലാഹുമ്മ അൻസുർനാ വൻസുർഹും വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദിൽ സ്വമദ് الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും നമുക്ക് ജീവിക്കുന്ന കാലമത്രയും അനുസരിച്ച് പാലിച്ച് അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈമാനോടുകൂടി ജീവിക്കുവാനും അതേ ഈമാനിൽ അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും സന്തോഷത്തോടുകൂടി എല്ലാവിധ ഐശ്വര്യത്തോടുകൂടി കുടുംബസമേതം ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ പ്രയാസപ്പെടുന്നവർ, രോഗികളായി പ്രയാസപ്പെടുന്ന ആളുകൾ എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫയും പൂർണ്ണ സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇസ്സത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെതിരെയുള്ള എല്ലാ കുതന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.